ശരണ്യനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അവളുടെ മുഖമൊക്കെ മൂടാൻ പറഞ്ഞുകൊണ്ട് ആ പാട്ടുകാരൻ വരുന്നുണ്ട്. അങ്ങനെ പാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം മുഖമെല്ലാം മൂടിക്കെട്ടുക കേട്ടോ. ഈ സമയത്ത് ആ നാട്ടിലുള്ള അയൽവക്കക്കാരെല്ലാവരും കൂടിയിട്ട് ഇവരുടെ ചുറ്റും കൂടുകയാണ്. ആ പാട്ടുകാർ വണ്ടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ശരിക്കും അവർ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായതാണല്ലോ. ഇവൾക്ക് വേണ്ടിയുള്ള പിരിവും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് ആവശ്യം. എന്നാൽ ശരണ്യ അച്ഛനാണെങ്കിൽ പോലും അത് മനസ്സിലാക്കുന്നില്ല. സ്വന്തം മകൾ കരഞ്ഞു തളർന്ന് അവിടെ കിടക്കട്ടെന്നാണ് കേട്ടോ അദ്ദേഹം കരുതുന്നത്. ജോലി, വീട്, പിരിവ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. എങ്ങനെയെങ്കിലും മോളെ രക്ഷപ്പെടുത്തണമെന്ന് ഒരു ചിന്താഗതിയും അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവുന്നില്ല കേട്ടോ. അത് ഇന്നലത്തെ സീനിൽ കൃത്യമായി തന്നെ കാണിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ശരണ്യയുടെ മനസ്സിലുണ്ട്. വന്ന പാർട്ടിക്കാർ പറഞ്ഞതും അവളെ കേട്ടതാണല്ലോ. ഞങ്ങൾ അവൾക്ക് വേണ്ടി പിരിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെയൊന്നും കാണിക്കരുത്. അവൾ നമ്മുടെ അതിജീവിതയാണ്. ഇനി ഒരിക്കലും എഴുന്നേറ്റ് പുറത്ത് പോവാനോ അവൾ ചിരിക്കാനോ പറക്കാനോ ജോലി മേടിക്കാനോ പാടില്ല എന്ന് പറഞ്ഞതും ആ ലേഡി വന്ന് പറഞ്ഞതെല്ലാം അവൾ കേട്ടിരുന്നല്ലോ. ആകെപ്പാടെ മനസ്സിന് സമനില തെറ്റിയ അവസ്ഥയില് ശരണ്യ അങ്ങോട്ട് ഇറങ്ങാണ്. അലീനനെ ഒന്ന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലും അവളുടെ അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ഓമനക്കുട്ടനും ഗോപനും ഒന്നും സമ്മതിച്ചില്ല. പക്ഷേ ആ സമയത്തും അമ്മയുടെ മനസ്സ് അലിയുന്നുണ്ട്. പറയാണ്, ആ കുട്ടി വന്നോണ്ടല്ലേ നമ്മുടെ മോളൊന്ന് എഴുന്നേറ്റത്. ഒന്ന് വിളിക്കാൻ കൊടുക്കുമെന്ന് പറയുമ്പം നാളത്തെ കോടതിയിൽ പറയുടെ കഴിയട്ടെ, അതിനുശേഷം മതിയെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പാർട്ടിക്കാർ വന്ന വണ്ടിയിൽ കയറിയിട്ട് ശരണ്യയും വീട്ടുകാരും കൂടി നേരെ കോടതിയിലേക്ക് പോവാണ്. ന്യൂസുകാരും അതുപോലെ സോഷ്യൽ മീഡിയാസും പിന്നെ പത്രക്കാരും എല്ലാവരും ആ കോടതി വളപ്പിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കാൻ കേട്ടോ. എക്സ്ക്ലൂസീവായിട്ടുള്ള ന്യൂസ് ആണല്ലോ ഇന്ന് കിട്ടാൻ പോണത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രകടനമായിട്ട് തന്നെ ആളുകളോട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് അതിജീവിതയ്ക്ക് വേണ്ടി അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് പോലീസുകാരാണെങ്കിലോ ഇവരെ തടയാനും വഴിയൊരുക്കാനുമായിട്ട് അവിടെ കഷ്ടപ്പെടുകയാണ്. ബാലചന്ദ്രനും അലീനയും കൂടി കാറിൽ അങ്ങോട്ടേക്ക് വരാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ മനുവും അതുപോലെ തന്നെ ശിവനും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പിന്നെ ശരണയുടെ വീട്ടുകാരും അങ്ങോട്ടേക്ക് വരാണ്. ബാക്കിയുള്ള രണ്ട് പയ്യന്മാരുടെ വീട്ടുകാരും വരികയാണ്. ഈ സമയം ഈ നാട്ടുകാരും സോഷ്യൽ മീഡിയയും എല്ലാം കൂടെ കൂടിയിട്ട് ഇവരെ വളയുന്നുണ്ട്. പോലീസുകാര് ഇവരെയൊക്കെ വകഞ്ഞു മാറ്റി ഇവരെ അകത്തേക്ക് കയറ്റിവിടാണ്. അങ്ങനെ ശരണ്യ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആളുകളെല്ലാം കൂടി അവളെ പൊതിയുന്നുണ്ട് കേട്ടോ. പോലീസുകാര് പത്രക്കാരെയും ടി വിക്കാരെയും എല്ലാം വകഞ്ഞു മാറ്റി അവളെ പ്രൊട്ടക്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് അലീനയും ബാലചന്ദ്രനും മൂലയ്ക്ക് മാറി നിൽക്കുന്നത് ശരണ്യ കാണുന്നുണ്ട്. ശരണ്യ ഒരു നോട്ടം അലീനയിലേക്ക് എത്തുമ്പോഴേക്കും അലീന കൈകൊണ്ട് ഒന്നും പേടിക്കണ്ട, നെഞ്ചിൽ തൊട്ടുകൊണ്ട് സമാധാനത്തിലിരിക്കെ, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നിങ്ങനെ ആംഗ്യം കാണിക്കാണ്. ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് ശരണ്യ അലീനയും കാണുന്നുണ്ട്, അലീന ശരണ്യയും കാണുകയാണ്. ഇവര് പരസ്പരം മനസ്സുകൊണ്ടിരുന്ന് സംസാരിക്കുന്നത് ബാലചന്ദ്രൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കായിരിക്കും. അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ട് പോലീസുകാര് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ മറ്റാർക്കും കയറാൻ അനുവാദമില്ല കേട്ടോ. അടച്ചിട്ട ഒരു കോടതി മുറിയാണ്. അങ്ങോട്ടേക്ക് ഈ 4 ചെറുപ്പക്കാരെയും കൊണ്ട് പോലീസുകാർ വരുന്നുണ്ട്. ശരണ്യ 4 പേരെ നോക്കാണ്. ആ സമയത്ത് 4 പേർക്ക് നടക്കാനാവുന്നില്ല കേട്ടോ. കൂടുതൽ അടികൊണ്ടിരിക്കുന്നത് രോഹിക്കാണ്. കൂട്ടത്തിലേറ്റവും പാവത്താണെന്ന് തോന്നിയോണ്ടായിരിക്കാം, നിരപരാധിയാണെന്ന് തോന്നിയോണ്ടായിരിക്കാം പോലീസുകാര് ശരി അടിയടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാലുപോലും വയ്യാതെ ഇഴഞ്ഞിഴഞ്ഞ് അവൻ ആ കൂട്ടിലേക്ക് കയറി നിൽക്കുന്നത് അവൾ കാണുകയാണ്. അതിന്റെ കൂടെ തന്നെ ജയിലിലുണ്ടായിരുന്ന 4-5 പേരെ കൂടി അവരുടെ കൂടെ നിർത്തുന്നുണ്ട്. മൊത്തം 10 പേരോളം നിരത്തി നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം ജഡ്ജിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വക്കീലുമാരും ചേർന്നുകൊണ്ട് ആ പെൺകുട്ടിയോട് ഇതിൽ ആരാണ് നിന്നെ പീഡിപ്പിച്ചതെന്ന് പറ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. ഈ സമയത്ത് അലീന പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നിന്റെ മനസാക്ഷിക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുന്ന പറഞ്ഞ കാര്യവും പാർട്ടിക്കാർ വന്നിട്ട് ബാലചന്ദ്രന്റെ മകനെ മനഃപൂർവ്വം കൊടുക്കണം എന്ന് പറഞ്ഞതും ഒരു പയ്യന്റെ ജീവിതം നീ കാരണം നശിക്കാൻ പാടില്ല എന്ന് അലീന പറഞ്ഞതും എല്ലാം അവളുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ പാവം പയ്യനെ രക്ഷപ്പെടുത്തണമെന്ന് അലീന മനസ്സിലുറപ്പിക്കുകയാണ്. രോഹിയുടെ മുഖത്തേക്ക് നോക്കുമ്പം രോഹി കരഞ്ഞുകൊണ്ട് തലകുറിച്ച് നിൽക്കുന്നത് അവൾ കാണുകയാണ്. എന്നാൽ തന്നെ പീഡിപ്പിച്ച ബാക്കി 3 പേരും ഒരു കൂസലുമില്ലാതെ അവളെ അങ്ങനെ രൂക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാണ്ടും പെരുത്ത് കയറുകയാണ്. പക്ഷെ രോഹി മാത്രം തലയും കുനിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പം അവളുടെ മനസ്സിലും സങ്കടമാണ്. അങ്ങനെ മുമ്പോട്ട് നിൽക്കാൻ പോലീസുകാർ പറയുന്നുണ്ട്, ഇവരിൽ ആരൊക്കെയാ നിന്നെ പീഡിപ്പിച്ചെന്ന് പറ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അവൾ ആദ്യം തന്നെ പോയിട്ട് ആ ബാക്കി 2 പേരെയും കാണിക്കാണ്.
രോഹിത്തിന് മുമ്പിലേക്ക് അവൾ വന്ന് നിൽക്കുന്നുണ്ട്. രോഹിത്തിന്റെ മുഖത്തേക്ക് അവൾ നോക്കുമ്പം അവളുടെ മുഖത്തേക്ക് രോഹി നോക്കാണ്. അവന്റെ കണ്ണിലെ ആ ഒരു തീഷ്ണതയും ആ ഒരു തനിക്ക് ഒന്നിനും കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറിയതും മാനസികമായി തളർന്ന അവസ്ഥയും എല്ലാം അവൾ കാണാണ്. താൻ എങ്ങനെയാണോ മാനസികമായി തളർന്നു കിടന്നത് അതുപോലെ തന്നെ ആ പയ്യനെ നിൽക്കുന്നത് കണ്ടിട്ട് അവൾക്ക് വളരെ വിഷമാകുന്നുണ്ട്. രോഹിയുടെ അടുത്തുനിന്ന് മാറിപ്പോയിട്ട് ഹരിയെയും ചൂണ്ടി കാണിക്കാണ്. ഹരിയെയും മറ്റു 2 പയ്യന്മാരെയും കാണിച്ചിട്ട് ഇവർ 3 പേരുമാണ് എന്നെ പീഡിപ്പിച്ചത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹി സന്തോഷത്തോടെ തല ഉയർത്തി പിടിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കി പയ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് രോഹിനെ അവിടെ തന്നെ നിർത്തുന്നുണ്ട്. അപ്പൊ ജഡ്ജി ചോദിക്കാണ്, അല്ല മൊഴിയിലും ബാക്കി കുറ്റപത്രത്തിലെല്ലാം 4 പേരുണ്ടല്ലോ. ശരണയുടെ വക്കീലോട് ശരണ ചോദിക്കാണ്, ശരണേ നിനക്ക് എന്താ പറ്റിയത്, ഒന്നുകൂടി നോക്കിയിട്ട് പറ, സൂക്ഷിച്ചു നോക്ക്, ദേ ഈ പയ്യൻ കണ്ടില്ലേ, ഈ പയ്യൻ നിന്നെ പീഡിപ്പിച്ച ലിസ്റ്റിലുള്ളതനാ, നീ തന്നെയല്ലേ അന്ന് മൊഴി കൊടുത്തത്, ഇപ്പൊ പിന്നെ നിനക്കെന്താ മറന്നുപോയോ? എനിക്ക് ഒരു മറവിയും സംഭവിച്ചിട്ടില്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എന്നെ ക്രൂരമായി ഉപദ്രവിച്ചവരുടെ മുഖം ഞാൻ എങ്ങനെ മറക്കാനാ? ദേ ഈ ഹരി ഉണ്ടല്ലോ, ഇവൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ് പ്രണയം നടിച്ച് എന്റെ പിന്നാലെ നടക്കായിരുന്നു. എന്നെ ചതിച്ചാണ് കൂട്ടിക്കൊണ്ടു പോയത്. ദേ ബാക്കി നിൽക്കുന്ന ഈ 2 പേരും കൂടി ഒരു മനസാക്ഷി ഇല്ലാതെ എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്ന അവസ്ഥയിൽ വരെ ഇവരെന്നെ ആക്കി. ഒരു കണ്ണീച്ചോരെയും ഇവർ കാണിച്ചില്ല. ഇവരും ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്നവരാണെന്നോ ഇവർക്കും സഹോദരിമാരുണ്ടെന്നോ ഒന്നും ഇവർ ആ സമയം ചിന്തിച്ചില്ല. എന്നെ ഒരു മൃഗത്തെ പോലെയാണ് ഇവർ വേട്ടയാടിയത് എന്ന് പറയാണ്. അപ്പോ രോഹിത് ബാലേന്ദ്രൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നാണോ നീ പറയുന്നത്? ആ സ്പോട്ടിൽ അവനുണ്ടായിരുന്നു എന്ന് തെളിഞ്ഞതാണല്ലോ, പിന്നെന്തുകൊണ്ടാണ് ഇല്ലെന്ന് പറഞ്ഞത്? അപ്പോ ശരണെ പറയാണ്, ആ വീട്ടില് ഈ രോഹിത് ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഗൂഢാലോചനയും മറ്റും എന്നെ അന്ന് പീഡിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഇവ വന്നതും. പക്ഷേ അന്ന് പേടിച്ചുകൊണ്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഈ സമയത്ത് ബാക്കിയുള്ള 3 പേരും കൂടി അവനെ പിടിച്ച് ഒരു ബാത്റൂമിൽ കൊണ്ടായി അടച്ചിട്ടു. അവിടുന്ന് ഫോൺ മേടിക്കാനും ആവുന്നത് ഇവൻ ശ്രമിച്ചതാ, പോലീസിനെ അറിയിക്കാനും ശ്രമിച്ചതാ. പക്ഷേ മറ്റുള്ളവരെ ഒറ്റ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇവനെ അടിക്കുകയും ബാത്റൂമിൽ പൂട്ടിടുകയും ചെയ്തു. ശരിക്കും രോഹിത് ബാലേന്ദ്രൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ ശരീരത്തിൽ തൊട്ടിട്ട് കൂടിയില്ല. അയാളും കൂടി എന്നെ റേപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ജീവനുണ്ടാവായിരുന്നില്ല, ഞാൻ മരിച്ചു പോയനെ എന്നും പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം അലീന കോടതിയോട് കാര്യങ്ങൾ പറയാണ്. ഇത് കേട്ട് ഹരിയുടെ ഒക്കെ വക്കീലിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, കാരണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ രോഹിത്തിനെ ഒഴിവാക്കിയത് കൊണ്ട് അയാൾക്ക് കുറച്ചൊരു സമാധാനമാവുന്നുണ്ട്. ഈ സമയം ആ CIയും SIയും അകത്ത് വന്നിട്ടുണ്ടല്ലോ, അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവര് പറയാണ്, മേഡം ഈ പയ്യൻ കുറ്റം സമ്മതിച്ചതാ, ഈ പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് സമ്മതിച്ചതാ. അപ്പോഴേക്കും ജഡ്ജി ചോദിക്കാണ്, അല്ല അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ? ഈ കുട്ടി തന്നെയല്ലേ ഇവ പറഞ്ഞത് ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന്? ഇവിടെ അതിജീവിതയുടെ മൊഴിക്കാണ് പ്രാധാന്യം. അല്ല ആ വിഷ്വൽസ് അവിടെ കാണട്ടെ എന്ന് ജഡ്ജി ചോദിക്കാണ്. അങ്ങനെ വിഷ്വൽസ് കാട്ടി കൊടുക്കുന്നുണ്ട്. ആ സമയത്തും ഇവരെ ഉപദ്രവിച്ച ആ കൂട്ടത്തില് ഹരിയുടെ മറ്റു 2 പയ്യന്മാരെയും കൂട്ടത്തില് രോഹി ഉണ്ടായിരുന്നില്ലല്ലോ. ഹരിയുടെ ഫോണിലാണല്ലോ വീഡിയോ എടുത്തത്. അപ്പൊ അതുവരെ കണ്ടിട്ടും ആ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിലും രോഹിത് ഇല്ലല്ലോ. അങ്ങനെ ചോദിച്ചിട്ട് ജഡ്ജിയാണെങ്കിലോ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ മെഡിക്കൽ ചെക്കപ്പിന്റെ റിസൾട്ടൊക്കെ തരാൻ പറയാണ്. അതിലും രോഹിത് ഉപദ്രവിച്ചതിൻ്റെതായിട്ടുള്ള ആ സാമ്പിൾസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ പയ്യൻ ഉപദ്രവിച്ചതായിട്ടുള്ള സാമ്പിൾസും കിട്ടിയിട്ടില്ല, അതുപോലെ വീഡിയോ വിഷ്വൽസും ഇല്ല. പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ പയ്യനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പം അത് പിന്നെ അതിജീവിതയുടെ മൊഴി അനുസരിച്ചാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യം ഈ 4 പേരുണ്ടെന്നാണ് പറഞ്ഞത്, ഇപ്പോഴാണ് മൊഴി മാറ്റി പറഞ്ഞതെന്ന് പറയുമ്പം ഷർണി പറയാണ്, മേഡം അതിനൊരു കാരണമുണ്ട്. ഈ നിൽക്കുന്ന SIയും CIയുമാണ് ആദ്യമായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വരുന്നത്. അപ്പോഴേക്കും 2-3 പാർട്ടിക്കാരും കൂടി അങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പോൾ ഈ CIയും SIയും ചേർന്നാണ് പറഞ്ഞത്, രോഹിത് അവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവന്റെ പേര് കൂടി ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കേസ് കുറച്ചുകൂടി വിലക്കും. 4 പേർ കൂടി പീഡിപ്പിച്ചെന്ന് പറയുമ്പം 3 പേരെന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കേൾക്കാൻ ഇതുണ്ടാവും. അതുമാത്രമല്ല ഈ കേസ് നല്ല വൈറലുമാകും. അങ്ങനെ എനിക്ക് നീതി കിട്ടുമെന്നും പറഞ്ഞ് കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇവർ ചെയ്തതാ. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായും ശാരീരികമായും വേദന അനുഭവിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. ഹൈ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനെയും അമ്മേനെയും ഇവർ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തു. പാർട്ടിക്കാരെ വിളിച്ച് ഈ CIയും SIയുമാണ് എല്ലാം പറഞ്ഞത്. അങ്ങനെ എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് എന്നെ കൊണ്ടും പറഞ്ഞാണ് ഇവർ ആ മൊഴി രേഖപ്പെടുത്തിയത്. അല്ലാതെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചാണ് ഈ പയ്യന്റെ പേര് പറഞ്ഞത്. ശരിക്കും ഈ പയ്യൻ നിരപരാധിയാണ്.
എന്നെ റേപ്പ് ചെയ്യാനുള്ള എല്ലാ പ്ലാനും ചെയ്തതും എന്നെ പ്രണയിച്ചതും എന്നെ ചതിച്ചതും ഇവന്മാരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നതും എല്ലാം ഈ നിൽക്കുന്ന ഹരിയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെ പ്രണയിക്കുകയാണെന്നും പറഞ്ഞ് എന്നെ ചതിക്കായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും ജഡ്ജി ആണെങ്കിലോ സിയോടും എസ് സിയോടും മുമ്പിലോട്ട് നീങ്ങി നിൽക്കാൻ പറയുന്നുണ്ട്. എന്താണോ ഈ കേൾക്കുന്നതൊക്കെ? ഒരു പ്രതിയല്ലെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ മനഃപൂർവ്വം ആ പയ്യനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പം അല്ല മേഡം, ആ പയ്യനോട് ഉണ്ടായിരുന്നല്ലോ, ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തെറ്റിയെന്ന് അർത്ഥമുണ്ടോ? ഒരു കൊലപാതക കേസിന്റെ ക്രൈം സ്പോട്ടിൽ താൻ ഉണ്ടെന്നും പറഞ്ഞ് താൻ കൊലപാതകയാകുമോ എന്ന് ചോദിക്കാണ്. അപ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല. പക്ഷേ മേഡം, ഈ പയ്യൻ ആ ഗൂഢാലോചനയിലും മറ്റെല്ലാത്തിലും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ കോടതി വിധി കാത്തുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ജഡ്ജി പറയുന്നുണ്ട്, ബാക്കി 3 പേരും തിരിച്ചറിയൽ പരേഡിൽ ശരണ്യ മൊഴി കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ വീഡിയോയിലും സാമ്പിൾസിലുമെല്ലാം അവർ 3 പേരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞും കഴിഞ്ഞു. അടുത്ത വാദത്തിലേക്ക് വേണ്ടി മാറ്റിയേക്കാണ്. ഇവർക്ക് 3 പേർക്കും ജാമ്യം അനുവദിക്കുന്നില്ല. 3 പേരും ജയിലിലേക്ക് കയറി വിടുകയാണ്. അവർക്ക് അടുത്ത സെക്ഷൻ കോടതിയിൽ ക്രോസ് വെക്കാം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, രോഹിത് ബാലേന്ദ്രൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള അതിജീവിതയുടെ മൊഴിയും അതുപോലെ തെളിവുകളിലും ആ പയ്യന്റെ ഒരു എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പയ്യനെ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ്. അടുത്ത സെക്ഷൻ കോടതി തുടങ്ങുന്ന സമയത്ത് ആ പയ്യനും ഹാജരായിരിക്കണം. അതുപോലെ തന്നെ ഈ നാട് വിട്ട് പുറത്തു പോകാനും പാടില്ല. എന്താ കണ്ടീഷനോട് കൂടിയിട്ട് ജാമ്യം കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത് കൈകൂപ്പി ശരണ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരണയും അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ കോടതി കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് വാദിക്ക് എല്ലാവരും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ സമയത്ത് ശരണ്യ മുഖമൊക്കെ മൂടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. രോഹിയും ഇറങ്ങി വരികയാണ്. പോലീസുകാർ ബാക്കി 3 പേരെയും വണ്ടിയിൽ കൊണ്ട് കയറ്റാണ്. രോഹിയെ മാത്രം പുറത്തിറക്കുന്നുണ്ട്. അങ്ങനെ എന്തായെന്ന് അറിയുമ്പോഴേക്കും രോഹിത് ബാലചന്ദ്രന് ജാമ്യം കിട്ടിയെന്ന് അറിയുമ്പോൾ അലീനയും ബാലേന്ദ്രനും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എന്നിട്ട് ശിവൻ ചോദിക്കുകയാണ്, എൻ്റെ മകന് ജാമ്യം ലഭിക്കില്ലേ എന്ന് ചോദിക്കുമ്പം പോലീസുകാർ പറയാണ്, ജഡ്ജിയുടെ കയ്യിൽ കൃത്യമായ തെളിവുണ്ട്. ഹരിയുടെ ഫോണിലാണ് അവൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. അത് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ സാമ്പിൾസിൽ നിന്നും അവൻ്റെ സാമ്പിൾസാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ആ പെൺകുട്ടി പറഞ്ഞു 1 വർഷം കൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർ അഭിനയിച്ച് ചതിച്ചതും ഈ കേസിൽ കൂട്ടുകാരെ ഉൾപ്പെടുത്തിയതും മാനഭംഗപ്പെടുത്താൻ പ്ലാൻ ചെയ്തതും എല്ലാം തയ്യാറാക്കിയത് ഹരിയാണെന്ന്. പിന്നെ എങ്ങനെയാ അവനെ വിട്ടയക്കാം? അവനാണ് കേസിലെ 1ാം പ്രതി. ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാൻ പോണതും അവനാണ് എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവരെ കൊണ്ട് അങ്ങ് പോവാണ്. ശിവന് ഭയങ്കര സങ്കടമായിട്ട് തൂണിൽ ചാരി നിൽക്കുമ്പോൾ മനു പറയാണ്, അച്ഛനോട് ഞാൻ പറഞ്ഞല്ല അച്ഛാ, കഴിഞ്ഞ 1 വർഷം കൊണ്ട് ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിന് അഭിനയിച്ച് പറ്റിക്കല്ലായിരുന്നു അവൻ. കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുത്തതും അവനല്ലേ. പിന്നെ അവൻ എങ്ങനെ ജാമ്യം കിട്ടാനാ? ഞാൻ അച്ഛനോട് ആദ്യം പറഞ്ഞതല്ലേ എന്ന് പറയാണ്. എങ്കിലും മോനെ, എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് വേണ്ടാന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ രോഹിത് ബാലേന്ദ്രൻ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഈ സമയം ബാലേന്ദ്രനാണെങ്കിലോ സന്തോഷം കൊണ്ട് അവിടെ നിൽക്കായിരിക്കും. അലീനയും അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഈ സമയം ശരണ്യ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അവിടെ തടിച്ചുകൂടിയിരുന്ന എല്ലാ പത്രക്കാരും ടി വിക്കാരും എല്ലാവരും കൂടി ചുറ്റും കൂടുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ മൊഴി മാറ്റി പറഞ്ഞത്? ആദ്യം ഈ പയ്യന്റെ മൊഴി പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പം ശരണ്യ അവിടെ നിന്നുകൊണ്ട് ആ ടി വിക്കാരോട് പറയാണ്, രോഹിത് ബാലേന്ദ്രൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ആ പയ്യൻ ആൾ ഉണ്ടായിരുന്നൊരു സത്യമാണ്, പക്ഷെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഹരിശങ്കരനാണ് എന്നെ ഉപദ്രവിച്ചവൻ. കൂട്ടുന്നതും എന്നെ പ്രണയിച്ച് ചതച്ചതും 1ാം പ്രതിയും ഹരി തന്നെയാണ്. ബാക്കി 2 പേരുമാണ് അതിന് കൂട്ടുന്നത്. രോഹിത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അവന് മൊഴി കൊടുക്കേണ്ട കാര്യം? പിന്നെ പോലീസുകാരും പാർട്ടിക്കാരും നിർബന്ധിച്ചുകൊണ്ടാ അന്ന് ആ ഒരു മാനസികാവസ്ഥയിൽ ഇയാളുടെ പേര് കൂടി എനിക്ക് പറയേണ്ടി വന്നത്. പക്ഷെ എന്റെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല. ഒരു പയ്യന്റെ ജീവിതം വെറും നശിപ്പിക്കേണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൊഴി മാറ്റി പറഞ്ഞത്. പല സൈഡിൽ നിന്നും എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആലോചിച്ച് തീരുമാനിച്ചു, എന്റെ മനസാക്ഷിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അലീനനെ അവളൊരു നോട്ടം നോക്കുകയാണ് കേട്ടോ. ഈ സമയം പാർട്ടിക്കാർ പുറത്ത് നിൽപ്പുണ്ടല്ലോ, അവർക്ക് നല്ല ദേഷ്യം വരികയാണ്. അവര് പോയിട്ട് പ്രഭാകരനോട് പറയുന്നുണ്ട്, തന്റെ മോളോട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞതാ, ഇനി ഞങ്ങളെ ഒന്നിനും കിട്ടില്ല. നിങ്ങൾ തന്നെ കേസ് നടത്തിക്കോ, നിങ്ങൾ എന്താ ചായക്കോ, ഇനി മേലാൽ ഞങ്ങളുടെ ഈ കാര്യം പറഞ്ഞ് വന്നേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് ശരണനെ പിടിച്ചു വലിച്ചുകൊണ്ട് പ്രഭാകരനും ഗോപനും കൂടിയിട്ട് വണ്ടിക്കിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ സോഷ്യൽ മീഡിയക്കാരെയും ഈ പത്രക്കാരെ എല്ലാവരും മാറ്റിവിടുന്നുണ്ട് കേട്ടോ. ശരണടുത്ത് ചെന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? നിന്നോട് പറഞ്ഞതല്ലേ അങ്ങനെ പറയാൻ പാടില്ല എന്ന്.
4 പേരും പ്രതിചേർക്കണമെന്ന് പറഞ്ഞല്ലേ? അച്ഛാ, അച്ഛന് മനസാക്ഷിയുണ്ടോ? അച്ഛനും ദേ ആ പ്രായത്തില് ഒരു മോൻ നിൽക്കല്ലേ. അവൻ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പോയി ചാടി, പക്ഷെ അവൻ തെറ്റ് ചെയ്തില്ലെങ്കിലും അവന് ശിക്ഷിക്കപ്പെടണമെന്നാണോ അച്ഛൻ്റെ ആഗ്രഹം? അവനെ രക്ഷിക്കാൻ അച്ഛൻ മാക്സിമം ശ്രമിക്കില്ലേ? അത് തന്നെ ഞാനും ചെയ്തുള്ളൂ. എന്നെ ആ രോഹിത് തൊട്ടിട്ടില്ല, പിന്നെ ഞാനെന്തിനാ അവൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്? പാർട്ടിക്കാരൊക്കെ വന്ന് പറഞ്ഞത് അച്ഛൻ കേട്ടതല്ലേ? അവർക്ക് പിരിവ് കൊടുത്തപ്പം കുറഞ്ഞു പോയി പോലും. ഇന്നലെ പറഞ്ഞത് അച്ഛൻ കേട്ടിരുന്നോ? ബാറിന് വേണ്ടി പൈസ പിരിക്കാൻ പോയപ്പോൾ വേറെ 25,000 രൂപയെ ഇയാൾ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ അവർ ഈ പ്രതികാരം മൊത്തം കാണിച്ചത്. CIക്കും SIക്കും അതുപോലെ കിട്ടേണ്ടത് കിട്ടിയില്ല. അതുകൊണ്ടാ അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അദ്ദേഹം കഷ്ടപ്പെട്ടല്ലേ ഈ നിലയിലെത്തിയത്, അല്ലാതെ ഇവരൊന്നും പിടിച്ചു പറിച്ചില്ലല്ലോ. ഇവർക്കൊക്കെ വേണ്ടത് നമ്മുടെ മുന്നേറ്റമൊന്നുമല്ല അച്ഛാ, നമ്മളെ കൊണ്ട് ഇവരോടുള്ള പ്രതികാരമാണ്. അതേ അവർ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ ഒരു തൂപ്പുകാരിയാക്കാന്നൊന്ന് പറഞ്ഞല്ലോ, അതാണോ അച്ഛന് വേണ്ടത്? ഞാൻ തൂപ്പുകാരിയായിട്ട് കാണുമെന്നാണോ അച്ഛൻ്റെ ആഗ്രഹം? ഒരു ഡോക്ടർ ആവണമെന്നുള്ള എൻ്റെ ആഗ്രഹം പോലും തല്ലിക്കെടുത്തി ഞാൻ മുറിക്കാത്തിന് ഒതുങ്ങിക്കൂടണമെന്ന് അവർ പറഞ്ഞില്ലേ? അതും അച്ഛൻ കേട്ട് തലയാട്ടിയില്ലേ എന്ന് ചോദിക്കാണ്. അച്ഛനപ്പം ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. ഈ സമയം ബാലേന്ദ്രനും അതുപോലെ അലീനയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീനെ കാണുമ്പോൾ അച്ഛനും കോമനും ഭയങ്കര ദേഷ്യം വരികയാണ്. ഈ സമയം ബാലചന്ദ്രന് കൈകൂപ്പിക്കൊണ്ട് ശരണയോട് പറയുന്നുണ്ട്, എൻ്റെ മോനെ വെറുതെ വിട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അവൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതലേ എൻ്റെ ചങ്ക് കിടന്ന് പിടയ്ക്കായിരുന്നു. സത്യം പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് മോളെ എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പാർട്ടിക്കാർ പറഞ്ഞിട്ട് പോയതൊക്കെ ഞാൻ കേട്ടു. അവർ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ കൂടുതൽ ഞാൻ മോക്ക് ചെയ്തു തരും. അതുകൊണ്ട് മോളൊന്നോർത്ത് വിഷമിക്കണ്ട. മോക്ക് എന്താണോ പഠിക്കേണ്ടത് അത് ഞാനാക്കും. മോൾക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമെന്ന് ആരെല്ലാം പറഞ്ഞു, അത് ഞാനാക്കിയിരിക്കും. എത്ര ലക്ഷം മുടക്കിയാലും മോക്ക് ആ സീറ്റ് ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. നല്ലൊരു വീടും നല്ലൊരു താമസ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും. മോളതുകൊണ്ട് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ, ഇനി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം അച്ഛനും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പ്രഭാകരൻ അപ്പോഴും മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഷർണമോള് പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. ആ പാർട്ടിക്കാർക്കും CIക്കും ഒക്കെ എന്നോടുള്ള ദേഷ്യം എന്താണെന്ന് എനിക്കറിയാം. അവരൊക്കെ ആഗ്രഹിക്കുന്ന പണം ഞാൻ കൊടുക്കണം, അതാണ് അവരുടെ ദേഷ്യം. അതിനുവേണ്ടി ഈ കുട്ടിയെ അവർ ബലിയിടാക്കാൻ ശ്രമിക്കുക. അവർക്ക് ഒരു അതിജീവിതം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനങ്ങൾ മുഴുവനും, അല്ലാതെ ഈ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. നന്മയ്ക്കായിരുന്നെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസിലെ തൂപ്പുകാരിയാക്കാന്ന് അവർ പറയായിരുന്നോ? ഈ കുട്ടി പുറലോകം കാണാൻ പാടില്ലെന്ന് അവർ പറയായിരുന്നോ? നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഒന്ന് കേൾക്കണം. എൻ്റെ വീട്ടിലും 2 പെൺകുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. അവർക്ക് ഈ അവസ്ഥ ഉണ്ടായാലും ഞാനൊരു അച്ഛനല്ലേ, ഈ അവസ്ഥ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി ഷർണയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നെ അനുവദിക്കണം. ഷർണയ്ക്ക് എന്ത് പഠിക്കാനാണോ ആഗ്രഹം അത് ഞാൻ പഠിപ്പിച്ചോളാം. എത്ര ലക്ഷം മുടക്കിയാലും ഞാൻ പഠിപ്പിക്കും. ഇതുമൂലം എൻ്റെ മോൻ്റെ ജീവന നിങ്ങൾ തിരികെ നൽകിയത്. അവൻ ഏകദേശം മരിക്കുന്ന അവസ്ഥയിലായിരുന്നു. കാരണം അവൻ കുറ്റമൊന്നും ചെയ്തിട്ടുമില്ല. എന്നിട്ട് ഇതുപോലെ കുറ്റവാളിയെപ്പോലെ നിൽക്കണമെന്നപ്പോൾ അവൻ ആകെപ്പാടെ തകർന്നു. മാനസികമായി തകർന്ന് അവന് ജീവൻ കളയാൻ പോലും നിൽക്കുമായിരുന്നു. അതിൽ നിന്നാ മോളെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് എൻ്റെ മോൻ്റെ ജീവൻ്റെ വില അത് എത്രയാണേലും ഞാൻ നൽകിയിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ എതിരൊന്നും പറയരുത്. നല്ലൊരു വീടും നിങ്ങൾക്ക് നല്ലൊരു ചുറ്റുപാടും എല്ലാം ഞാൻ നിർമ്മിച്ചു തരും. അതിന് എൻ്റെ കടമയാണ് എന്ന് പറയാണ്. ദയവ് ചെയ്ത് എന്നോട് ദേഷ്യം തോന്നരുതെന്ന് ബാലചന്ദ്രൻ പറയുമ്പം അയാളൊന്നും മിണ്ടാതെ ശരണയും കൂട്ടി പോവാണ് കേട്ടോ. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശിവനും വരികയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന എന്തായാലും ആ കുട്ടി അകത്തേക്ക് കയറാൻ പോയപ്പോൾ നീ പറഞ്ഞതുപോലെ 2 സെക്കൻഡ് അവൾ നിന്നെ നോക്കിയിരുന്നു. ആ സമയത്ത് നീ കാണിച്ച ആ ഒരു കോൺഫിഡൻസിൽ അവൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടായിരിക്കും അവൾ തുറന്നു പറഞ്ഞത്. എന്തായാലും എൻ്റെ രോഹിത് മോൻ രക്ഷപ്പെട്ടല്ലോ. അവൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കായിരുന്നു. അവനെല്ലാ ഗൂഢാലോചന ഉണ്ടെങ്കിലും അവൻ ആ സമയത്ത് പിന്മാറി ഓടിയത് എന്തോ ഭാഗ്യം എന്ന് പറയാണ്. ഇത്രയും ദിവസം അവൻ ശിക്ഷ അനുഭവിച്ചത് അതുകൊണ്ടാണെന്ന് കരുതാം. പോലീസുകാരെന്നുള്ള നല്ല അടിയും സഹതടവുകാരെന്നുള്ള അടിയും ചവിട്ടും 30 ദിവസത്തെ ജയിൽവാസവും എല്ലാം കൊണ്ടും അവൻ ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ബാലചന്ദ്രൻ പറയാണ്. മനു പറയുന്നുണ്ട്, രോഹിത് തെറ്റുകാരല്ലെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ അവൻ രക്ഷപ്പെടണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹരിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനാങ്ങളെ? ഹരി തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്കറിയാലോ. അവനാണ് 1-ാം പ്രതിയെന്നും ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇത് നേരത്തെ എനിക്കറിയായിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞതാ അമിത പ്രതീക്ഷ വേണ്ടെന്ന്. ബാലനോട് ശിവൻ പറയുന്നുണ്ട്,
എന്ത് ചെയ്യാനാ ബാല, സ്വന്തം മോനായി പോയില്ലേ, ജനിപ്പിച്ചു പോയില്ലേ. ഏതെങ്കിലും ഒരു വഴിയെ കൂടി അവൻ രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതി. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കോടികൾ കൊടുക്കാമെന്നും ഞാൻ പറഞ്ഞതാ. പക്ഷെ പാർട്ടിക്കാരും സമുദായക്കാരും കൂടി തടഞ്ഞിരിക്കുകയല്ലേ. ഇനിയിപ്പം എന്ത് ചെയ്യാനാ? അടുത്ത കോടതി കൂടുന്ന സമയമാകുമ്പം അതിനെക്കുറിച്ചൊക്കെ നോക്കാം. ഞാനേ ഇന്ന് തന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോവാം. അതെന്താ ശിവേട്ടാ ഇന്ന് തന്നെ പോണേ? ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് എന്തെടുക്കാനാ ബാല? അവനെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. ഞാൻ ചെന്നില്ലെങ്കിലേ ആ ജോലി കൂടെ പോവും. ജോലിയും കൂടെ പോയിട്ട് വീട്ടിൽ വന്ന് വെറുതെ കുത്തിയിരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നാലും ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റ് തന്നെ അങ്ങ് കയറി പോവാം. രാജീവനും പോയി. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെയില്ല. ഇനിയിപ്പോൾ അടുത്ത കോടതി കൂടാൻ 1.5 മാസം എടുക്കുമല്ലോ. ആ സമയത്തും എല്ലാം വേണമെങ്കിൽ വരാം. ഇതുപോലെയാണെങ്കിൽ പിന്നെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് പോകാനിറങ്ങാണ്. മനു പറയുന്നുണ്ട്, അങ്കിള് പോയി അങ്കിൾ അവനെ കൂട്ടിക്കൊണ്ടല്ലേ പോണേ? അതെ, എന്തൊക്കെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിയുമ്പം അവനെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകും. എന്തായാലും അലീന അവിടേക്ക് പോയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആദ്യം പോയപ്പോൾ സത്യമായിട്ടും എനിക്ക് ദേഷ്യം വന്നു. എല്ലാവർക്കും ദേഷ്യം വന്നു. നീ എന്തിനാ പോണെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തിയതല്ലേ. എങ്കിലും അതിങ്ങനെ ഹരിയുടെ ഒരു മോചനമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. നീ കാരണം നിന്റെ അനിയൻ രക്ഷപ്പെട്ടല്ലോ എന്നിങ്ങനെ മനു പറയുന്നുണ്ട്. അങ്ങനെ മനു ശിവനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ്. ഈ സമയം ബാലേന്ദ്രൻ അലിനോട് മുമ്പ് കൈകൊപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ, നീ കാരണം ഇപ്പം എൻ്റെ മോൻ രക്ഷപ്പെട്ടത്. ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ അച്ഛാ? ആ പെൺകുട്ടി സത്യം തുറന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അവളെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കായിരുന്നോ? നീ അവൾക്ക് കൊടുത്ത ധൈര്യവും അവൾക്ക് കൊടുത്ത കോൺഫിഡൻസും ഒക്കെയാണ് ഇതിന് കാരണം. അതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി സത്യം തുറന്നു പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും പറയില്ലായിരുന്നു. ഈ സത്യങ്ങൾ ഞങ്ങളും അറിയില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. മരിച്ചാലും ഇത് ഞാൻ മറക്കില്ല എന്ന് പറയുമ്പം അച്ഛനെന്ത് സ്വന്തം അച്ഛനാ? അച്ഛനെന്തിനാ എന്നോട് നന്ദിയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുകയാണ്. ശരിയാണല്ലോ, നീ എൻ്റെ മോളാണല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശരണയ്ക്ക് അച്ഛൻ കൊടുത്ത വാക്ക് സത്യമാണോ? പിന്നെ സത്യമല്ലാതെ? ആ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാന്നല്ലേ നീ പറഞ്ഞത്? ഇത് കഴിഞ്ഞ ഉടനെ എൻട്രൻസിനോ നീറ്റിനോ എന്തിനച്ഛൻ ഞാൻ വിടും. അതും കഴിഞ്ഞിട്ട് മെഡിസിന് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നല്ല 1ാം തരം സീറ്റ് തന്നെ അവൾക്ക് ഞാൻ നേടിക്കൊടുക്കും. അവളുടെ ഫുൾ ചെലവും ഞാൻ തന്നെ നോക്കും. അവളെ പഠിപ്പിച്ച് അവളുടെ ആഗ്രഹം പോലെ ഒരു ഡോക്ടറാക്കും. പിന്നെ അവൾക്ക് താമസിക്കാൻ നല്ലൊരു വീടും എല്ലാം ഞാൻ റെഡിയാക്കി കൊടുക്കും. അങ്ങനാണെങ്കിൽ അവരുടെ ജീവിതം രക്ഷപ്പെടുക വെച്ചാ ആ പാർട്ടിക്കാർ ഓരോന്നൊക്കെ പറഞ്ഞ് പ്രലോഭിച്ചു വെച്ചിരിക്കാം. അത് മാത്രമല്ല, കാശ് വാങ്ങാൻ സമ്മതിക്കില്ല. അവർ അച്ഛനൊക്കെ ആണെങ്കിലോ ഒട്ടും വയ്യാത്ത ആൾക്കാരാ. എങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെടണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആ കുട്ടീനെ പുറത്തിറക്കാൻ പോലും അവർ സമ്മതിക്കില്ല. ഇനി അതൊക്കെ നടക്കും മോളെ. ശരണ ഇപ്പോൾ ധൈര്യപൂർവ്വം നിൽക്കുക. ഈ പരീക്ഷ കൂടി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം പോലെ എല്ലാം ചെയ്യിക്കാം. എത്രയും പെട്ടെന്ന് രോഹിയും കൊണ്ട് നമുക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ രോഹിയെ കൂട്ടിക്കൊണ്ട് ഇവര് പോവാണ്. രോഹി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. എങ്കിലും അവന്റെ മനസ്സിന് വലിയ സമാധാനമുണ്ട്. താൻ ജയിൽ മോചിതനായല്ലോ അത് ഓർത്തുകൊണ്ട്. കമലയാണെങ്കിലോ ഇതേ സമയം വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും രോഹി അവരൊന്ന് എത്താൻ വേണ്ടിയിട്ട്. ഇവരെ കൂടെ വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വണ്ടി വരുന്നത് കാണുമ്പം ഇവൾ ഓടി വിട്ടിത്തിറങ്ങി നിൽക്കുകയാണ്. എന്തായി കാര്യം? ഹരിക്ക് ജാമ്യം കിട്ടിയോ? അപ്പോഴേക്കും ശിവൻ പറയാണ്, കോടതിയിലെ ആ പെൺകുട്ടി പറഞ്ഞു 1 വർഷമായിട്ട് തന്നെ പുറകെ നടന്ന് സ്നേഹിച്ച് ചതിച്ചവൻ ഹരിയാണെന്ന്, 1ാം പ്രതി ഹരിയാണെന്ന്. അവളെ മയക്കുമരുന്ന് കൊടുത്ത് അവിടെ കൊണ്ടുപോയതും കള്ളം പറഞ്ഞു കൊണ്ടുപോയതും കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുത്തതെല്ലാം നിന്റെ മകൻ ഹരിയാണെന്നേ കോടതിയിലെ കൊച്ച് വിളിച്ചു പറഞ്ഞു. 1ാം പ്രതി അങ്ങനെ ഹരിയാ. 2ാം പ്രതിയും 3ാം പ്രതിയാണ് മറ്റുള്ള 2 പയ്യന്മാര്. അപ്പൊ രോഹിത്തിന് കാര്യമൊന്നും പറഞ്ഞില്ലേ? അവൻ 4ാം പ്രതിയല്ലേ? എന്റെ പൊന്നമ്മേ, അമ്മയുടെ കുശുമൊന്ന് അവസാനിപ്പിക്ക്. രോഹി നിരപരാധിയാണെന്ന് കോടതിയിൽ ആ കൊച്ചു പറഞ്ഞു. തന്നെ ഒന്നും ചെയ്തിട്ടുമില്ല. രോഹി ആ സമയത്തോടെ ഉണ്ടായിരുന്നു. പക്ഷെ തന്നെ ഉപദ്രവിച്ചില്ലെന്ന് ആ കുട്ടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ രോഹിക്ക് ജാമ്യം കിട്ടി. അവന് ജാമ്യം കിട്ടിയോ? ഇപ്പൊ അവന് ജാമ്യം കിട്ടിയതാണോ അമ്മയ്ക്ക് ടെൻഷൻ? എങ്കിലും എന്റെ ഹരിമോന് ജാമ്യം കിട്ടിയില്ലല്ലോ. അതോർത്ത് എനിക്ക് സഹിക്കാനാവുന്നില്ല. ശിവൻ പറയാണ്, ഇനി അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു മകൻ ഇല്ലെന്നങ്ങ് ഓർത്താ മതി. ഇനി അവനെ അടുത്ത സെക്ഷനിൽ വിളിച്ചാൽ പോലും ആ കുരുടെ മൊഴിക്ക് മാറ്റൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ. അത് മാത്രമല്ല, നിന്റെ മകനെ വീഡിയോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ട്. ആ തെളിവെല്ലാം ജഡ്ജിയുടെ കയ്യിലുമുണ്ട്. ഇനി ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പോണില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ ഗൾഫിലേക്ക് പോവാ. നിങ്ങൾ പോയാ ഇവിടുത്തെ കാര്യമൊക്കെ ആര് നോക്കും? ഞാൻ ഇവിടെ നിന്നിട്ട് എന്നെടുക്കാനാ? നീ പറ. ഇനി ഇവിടെ നിന്നാലും ഒന്നും ചെയ്യാനില്ല. അടുത്ത കോടതി ഇറങ്ങി വിളിക്കുമ്പം ഒന്നേ ഞാൻ വരാം, അല്ലെങ്കിൽ മനു ഉണ്ടല്ലോ അവൻ വരട്ടെ. അല്ലാതെ ഇവിടെ യാതൊരു പ്രയോജനമില്ല. നിന്റെ മകനെ 1ാം പ്രതിയാ, 1ാം പ്രതി. അതിനി മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അങ്ങോട്ട് കയറിപ്പോവാണ്.
കമലയ്ക്കാണെങ്കിലോ വയറെരിയാണ് കേട്ടോ. കാരണം രോഹി പുറത്തിറങ്ങിയല്ലോ. അതുകൊണ്ട് തന്നെ ഇതേ സമയത്ത് അലീനാണെ കൃഷ്ണമോള് വിളിക്കുന്നുണ്ട്. കൃഷ്ണയോടും രോഹിത്തിന് ജാമ്യം കിട്ടുന്ന കാര്യം പറയാണ്. അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനാണ് ഒരാഴ്ച കൊണ്ട് പ്രോമോയിൽ നമ്മളെ കാണിക്കുന്നത്. രോഹിത്ത് കാലുപോലും അനക്കാൻ വയ്യാതെ പതിയെ പതിയെ ഞൊണ്ടി അവന്റെ വീട്ടിലേക്ക് കയറുന്നായിട്ട് കാണിക്കുകയാണ്. ഈ സമയം ബബിത വിളിച്ചിട്ട് രോഹിത്തിന് ജാമ്യം കിട്ടി, അവൻ തെറ്റുകാരനില്ലാന്നുള്ള കാര്യം വൈജയെ വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ വൈജയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കൃഷ്ണമോളും വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇതിനൊക്കെ ശേഷമാണ് നമ്മുടെ വൈജ വീട് മാറി പോകാൻ പോണത്. ആ കൂടെ നമ്മുടെ രോഹിത്തും ബബിതയും കാണും കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പൊ അടുത്തോടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.